പിന്നെ വലിയാവും പണിയൊന്നുമില്ല, പച്ച സാലിട്ടാൽ മതി. ഇപ്പൊ സാലും വേണ്ട, 4 ആൾക്കാർ ഇരിക്കാൻ മതി. മഹത്വം പറയാം, അയാൾ ഭയങ്കരാണെന്ന് പറഞ്ഞ് 4 ആൾക്കാർ പറഞ്ഞാൽ ഞാൻ വലിയായി. പണ്ടൊക്കെ പച്ച സാലും ഇടണമായിരുന്നു, ഇപ്പൊ എത്ര അടക്കുന്നത് ഇങ്ങനെ തുപ്പണായിരുന്നു, അപ്പോൾ വലിയാവൽ. അപ്പൊ അതൊന്നും വേണ്ട. ഇപ്പൊ 4 ആൾ കറാമത്ത് പറഞ്ഞാൽ ഞാൻ വലിയാണ്. ആ ചങ്ങായി പിന്നെ എന്ത് കുരുത്തക്കെട്ട് ചെയ്താലും പ്രശ്നമല്ല, അവൻ വലിയൻ, യാതൊരു പ്രശ്നവുമില്ല അല്ലേ. ഇന്നത്തെ കാലം അതാ. അതിനെ കേൾക്കാൻ കുറച്ച് ബുദ്ധിയില്ലാത്ത അന്തം കമ്മികളും. അത്ഭുതം മുഴുവൻ പോലും വിലായത്തിന്റെ അടയാളമല്ല. പിന്നെയോ വിലായത്തുള്ളവർക്ക് അത്ഭുതമുണ്ടാവും. അതുകൊണ്ട് അത്ഭുതം നോക്കിയിട്ട് വലിയെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അത്ഭുതം ആർക്കും ഉണ്ടാവാ, ആർക്കും അത്ഭുതം ഇല്ലാത്തത്. കേരളത്തിന്റെ ഒരാൾ, അയാൾ എന്നോട് പറഞ്ഞു, അയാൾ മരിച്ചു ഇപ്പോ, ഉസ്താദേ നമ്മളെ ഓർക്ക് എനിക്ക് ഒരാളെ കാണിച്ചിട്ട് പറയാണ്. ആരാ? ഒരു പാവ മനുഷ്യന്. അയാൾ ചിലപ്പോൾ തോന്നിയെങ്കിൽ നിസ്കരിക്കും, ചിലപ്പോൾ തോന്നിയില്ലെങ്കിൽ നിസ്കരിക്കില്ല, അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അപ്പൊ അയാൾ എന്നോട് പറയുന്നു, ഉസ്താദേ ഞാൻ എൻ്റെ അയൽവാസിക്ക് ഒരു ബോറിട്ടിനി. നമ്മൾ ആ തൊങ്ങ കാണിച്ച് ബോറിട്ട് വെള്ളമില്ല, മറ്റേ തൊങ്ങ കാണിച്ച് ബോറിട്ട് വെള്ളമില്ല. അവസാനം അവനൊരു എഞ്ചിനീയറെ കൊണ്ടുവന്നു, അയാൾ കാണിച്ച് അവിടെ ബോറിട്ട് വെള്ളമില്ല. അങ്ങനെ ഇയാൾ എന്നോട് ബേജാറ് പറഞ്ഞ ഞാൻ കാണിക്കുന്ന, അപ്പൊ ഞാൻ കാണിക്കുന്ന ഇയാൾ ആരാ? ആരുമല്ല. ഇവിടെ കുയിക്കടാ, ഇവിടെ കുയിക്കടാ. ബോറിട്ട് സുബ്ഹാനല്ലാഹ് ഒരു 100 മീറ്റർ താഴുമ്പോൾ ആള് തെറിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് മിഷന് പോകുന്നില്ല. തങ്ങ കാണിച്ചിട്ട് കിട്ടിയില്ല, എഞ്ചിനീയർ കാണിച്ചിട്ടും കിട്ടിയില്ല. ഇയാൾ തങ്ങളാ എഞ്ചിനീയറാ? ഒന്നുമല്ല. ഉസ്താദെ കറാമത്ത് അണക്ക് ഉസ്താദെ. അയാൾ പറഞ്ഞതാ കറാമത്ത് എനിക്കാണ്. അയാൾ വലിയ നിസ്കാരം ചിലപ്പോ നിസ്കരിക്കും, ചിലപ്പോ നിസ്കരിക്കും. അപ്പൊ അത്ഭുതങ്ങൾ ആരൊന്നും കാണാം. അത്ഭുതങ്ങളെല്ലാം വിലായത്തിന്റെ അടയാളമല്ല. വിലായത്തുള്ളവർക്ക് അല്ലാഹ് അത്ഭുതങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗം ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഏതായാലും അല്ലാഹ് ബഹുമാനിച്ച് ആദരിച്ച മഹാന്മാർ, ആ മഹാന്മാരിൽ നിന്ന് അത്ഭുതങ്ങൾ ഉണ്ടാകും. ആ അത്ഭുതത്തിന്റെ പേരാണ് കറാമത്ത്. എന്നാൽ ഇമാം ശഅറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ബഹുമാനപ്പെട്ട ആശിഖുർ റസൂൽ യൂസുഫ് നബ്ഹാനി തങ്ങൾ ജാമിഉ കറാമാത്തിൽ എഴുതി വെച്ചത് കാണാം. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്താണ്? ഏറ്റവും വലിയ കറാമത്ത് അന്തരീക്ഷത്തിലൂടെ പറക്കലല്ല. ഏറ്റവും വലിയ കറാമത്ത് വെള്ളത്തിന്റെ മുകളിൽ നടക്കലല്ല. അത് ചില വിദ്യകളെ കൊണ്ടും അങ്ങനെ ചെയ്യാൻ പറ്റും. എന്നാൽ ഏറ്റവും വലിയ കറാമത്ത് എന്താണ്? ഏറ്റവും വലിയ കറാമത്ത് ജീവിതം മുഴുവൻ റബ്ബിന്റെ തഖ്വയിലായി ജീവിക്കലാ. ജീവിതം മുഴുവനും ഒരൊറ്റ സെക്കൻഡ് പോലും പാഴാക്കാതെ അല്ലാഹു നൽകിയ ആയുസ്സുകാലം മുഴുവനും തഖ്വയിലായി ജീവിക്കുക. അതിനേക്കാളും വലിയ കറാമത്ത് ലോകത്ത് എന്താ ഉള്ളത് അല്ലേ? അതുകൊണ്ടല്ലേ മഹാന്മാര് പറഞ്ഞു, ഗസാലി മാമിഹിയിൽ എഴുതി വെച്ചത് കാണാം, ആലിമീങ്ങൾ ഔലിയാക്കന്മാരല്ലെങ്കിൽ പിന്നെ ലോകത്ത് ഔലിയാക്കന്മാരാരാണ്? ആലിമീങ്ങൾ ഔലിയാക്കന്മാരല്ലെങ്കിൽ പിന്നെ ലോകത്ത് ഔലിയാക്കന്മാരാരാ? 7 ആലിമീങ്ങള് രാവിലെ സുബഹി ബാങ്ക് കൊടുത്തോടെ നിസ്കരിച്ചാ തുടങ്ങും സബക്ക്. സുബ്ഹാന റബ്ബി. ആസറും കഴിഞ്ഞ് പിന്നെയും സബക്ക്, മഗ്രിബിനും ക്ലാസ്, ഇശാക്കും ക്ലാസ്, രാത്രി 12 മണി വരെ ക്ലാസ്. രാത്രി കുറച്ച് ഉറങ്ങും, പിന്നെ എഴുന്നേൽക്കും. സുബ്ഹാന റബ്ബി. ഇന്നുമില്ലേ അങ്ങനെയുള്ള മഹാന്മാർ? ബേക്കൽ ഉസ്താദ് ഒക്കെ രാത്രി കിടന്നുറങ്ങുമ്പോ റൂമിലേക്ക് പോയാൽ നെഞ്ചിൽ കിതാബ് കാണും. ഉറങ്ങുന്ന സമയത്ത് കിതാബ് ഇങ്ങനെ നോക്കി 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 ഉറക്കം മുടിച്ചു പോയതാ. ഉറങ്ങാൻ വേണ്ടി കിടന്നതല്ല, കടന്നിട്ട് ഉറങ്ങിപ്പോയതാ. ഇന്നും കാണാം ബഹുമാനപ്പെട്ട ശൈഖുന കെ ഉസ്താദ് സൈദരി കാണാം. അങ്ങ് പോയി നോക്കിയാൽ മതി. രാത്രി കിടക്കുമ്പോ മെല്ലെ ഉസ്താദ് റൂമിലേക്ക് എത്തി നോക്കിയാൽ നെഞ്ചത്ത് കിതാബ് ഉണ്ടാകും. ഒരൊറ്റ സെക്കൻഡ് അനാവശ്യമായി സംസാരിക്കാൻ അവർക്ക് സമയമില്ല. അവർ ഇൽമിലാണ്, അവർ തഖ്വയിലാണ്, ഇൽമിന്റെ ചർച്ചയിലാണ്. അതുകൊണ്ടല്ലേ മഹാന്മാര് പറഞ്ഞു, മുതഅല്ലിമീങ്ങളെ മഹത്വം പറഞ്ഞ സ്ഥലത്ത് മഹാന്മാർ എഴുതി വെച്ചത് കാണാം. ഇവിടുത്തെ ഏറ്റവും വലിയ ദാക്കിരീങ്ങൾ ആരാണ്? ഏറ്റവും വലിയ തസ്ബീഹ് ചൊല്ലുന്നവരാരാണ്? അവർ മുതഅല്ലിമീങ്ങളാ, ആലിമീങ്ങളാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒരു മുതഅല്ലിമിന്റെ തസ്ബീഹ് എന്താണ്? അവന്റെ ഏറ്റവും വലിയ തസ്ബീഹ് അവന്റെ ഇൽമാണ്. ആ ഇൽമ അവൻ പഠിക്കുമ്പോൾ അവന്റെ തസ്ബീഹ് എവിടൊക്കെ ഒരു തസ്ബീഹ് ചൊല്ലുന്ന മനുഷ്യൻ സുബ്ഹാനല്ലാഹ് 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 എന്നിങ്ങനെ പറയുമ്പോ അവന്റെ നാവിൽ മാത്രം തസ്ബീഹാണ്.
എന്നാൽ ഒരു മുത്തഅല്ലിം ഇൽമു പഠിക്കുമ്പോ അവന്റെ കണ്ണില് തസ്ബീഹാണ്. അതെന്താ? കിതാബ് നോക്കിയിട്ട് പഠിക്കുകയാണ്, കണ്ണില് തസ്ബീഹാണ്. അവന്റെ ചെവിയിൽ തസ്ബീഹാണ്. അതെന്താ? ഉസ്താദിന്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുകയാണ്, അവന്റെ ചെവിയിൽ തസ്ബീഹാണ്. ഇനിയോ അവന്റെ നാക്കില് തസ്ബീഹാണ്. അതെന്താ? ഇൽമിങ്ങനെ ചൊല്ലിപ്പടിക്കുകയാണ്, നാക്കില് തസ്ബീഹാണ്. അവന്റെ ഖൽബില് തസ്ബീഹാണ്. കാരണോ ഈ പറഞ്ഞു കൊടുക്കുന്ന ഇൽമു മുഴുവനും മുത്തഅല്ലിം ചിന്തിക്കുകയാണ്. അപ്പോൾ അവന്റെ ഖൽബ് തസ്ബീഹിലാണ്, അവന്റെ കൈ തസ്ബീഹിലാണ്. അതെന്താ? അവൻ കിതാബിനെ കയ്യിൽ പിടിക്കുന്നു, പേന കൊണ്ട് ഉസ്താദ് പറയുമ്പോ ശർഹ് എഴുതി കൊടുക്കുന്നു. അവന്റെ കൈയും തസ്ബീഹിലാണ്, അവന്റെ കാലും കാലും തസ്ബീഹിലാണ്. എന്താ? കിതാബും പിടിച്ച ഉസ്താദിന്റെ മുമ്പിലേക്ക് അതാ പഠിക്കാൻ വേണ്ടി കാലുകൊണ്ട് നടന്നു പോകുന്നു. അപ്പൊ ഒരു മുത്തഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നാവില് തസ്ബീഹാണ്, അവന്റെ കണ്ണില് തസ്ബീഹാണ്, അവന്റെ ചെവിയിൽ തസ്ബീഹാണ്, അവന്റെ നാക്കില് തസ്ബീഹാണ്, അവന്റെ കയ്യില് തസ്ബീഹാണ്, അവന്റെ ഖൽബില് തസ്ബീഹാണ്, അവന്റെ കാലിൽ തസ്ബീഹാണ്. ഇങ്ങനെ തസ്ബീഹ് നാളാരുള്ളത് അല്ലെ? അസൻ ചാടി പിരിഞ്ഞിങ്ങനെ ചെന്ന് ചെല്ലി നോക്കാം. നാവിലും കയ്യിലുണ്ടാവും ചിലപ്പോ. എന്താ? നാവില് ചെന്ന് കയ്യിലുണ്ട്, രണ്ട് മാത്രം തസ്ബീഹ്. മുത്തഅല്ലിമിന്റെ തസ്ബീഹ് എവിടെ? കണ്ണില് തസ്ബീഹ്, ചെവിയില് തസ്ബീഹ്, നാക്കില് തസ്ബീഹ്, ഖൽബില് തസ്ബീഹ്. സുബ്ഹാനല്ലാഹ്, എല്ലാത്തിനും തസ്ബീഹ്. ഈ ഇത്ര വലിയ തസ്ബീഹ് മുത്തഅല്ലിം ഇപ്പൊ ഷെയ്ഖിന്റെ ബാക്കിൽ വന്ന് ദിക്ർനി വന്നു. ഏത് ദിക്ർനി? നാവിലും കയ്യിലും മാത്രം ദിക്ർ. ഇൽമിന്റെ ദിക്റോ? കണ്ണില്, ചെവിയില്, മൂക്കില്, ശരീരത്തില് മൊത്തം ദിക്റാ. ഈനം വിട്ടിട്ട് നാവിന്റെ ദിക്റിന് പായുന്ന മനുഷ്യന്മാര് വേണോ? നമുക്കിത് പോരെ? നമ്മ ഇൽമിന്റെ ദിക്ർ പോരെ? ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇരിക്കട്ടെ. അപ്പൊ മുത്തഅല്ലിമീങ്ങൾ വലിയ ദാക്കിരീങ്ങളാണ്, ആലിമീങ്ങൾ വലിയ മഹാന്മാരാണ്. അതുകൊണ്ടല്ലേ ഇമാം ശഅറാനി തങ്ങൾ പറഞ്ഞു, ഇമാം ഗസ്സാലി തങ്ങൾ ഇരുവച്ചതായി കാണാം. അതാ ദിക്റിന്റെ ആ സ്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ മഹാന്മാര് പറഞ്ഞു, എല്ലാവരും ദിക്ർ ഒരുപോലെയല്ല, എല്ലാവരും ദിക്ർ ഒരുപോലെയല്ല, ദിക്റിൽ വ്യത്യാസമുണ്ട്. അതെന്താണ്? സാധാരണക്കാരന്റെ ദിക്ർ എന്താണ്? അതവന്റെ നാവ് കൊണ്ട് ഇങ്ങനെ അവൻ പറയലാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അവന്റെ നാവ് കൊണ്ട് ഇങ്ങനെ ദിക്ർ ചൊല്ലലാണ്. എന്നാൽ ഒരു ആലിമിന്റെ ദിക്ർ എന്താണ്? മഹാന്മാർ അവരെ കിതാബിൽ എഴുതി വെക്കുന്നു, ആലിമിന്റെ ദിക്ർ മുതാലഅത്തുൽ കുതുബി, കിതാബ് മുതാല ചെയ്യലാണ്, കിതാബ് നോക്കലാണ്, കിതാബ് ശരിക്കും നോക്കലാണ്. അതാണ് ഒരു ആലിമിന്റെ ദിക്ർ. മഹാന്മാരവർ കിതാബിൽ എഴുതി വെക്ക, ആലിമിന്റെ ദിക്ർ അത് കിതാബ് മുതാല ചെയ്യലാണ്. സുബ്ഹാനല്ലാഹ്, ആ മുതാലയും എഴുതി ദിക്റാ കിട്ടുന്നത്. കണ്ണുകൊണ്ട് കിതാബിലേക്ക് നോക്കാണ്, ഖൽബ് കൊണ്ട് ഇങ്ങനെ ചിന്തിക്കാൻ, നാക്കൊണ്ടത് ഇങ്ങനെ വായിക്കാൻ. അല്ലെ? എത്ര ദിക്റാ മുത്താക്ക്. ആ കയ്യിലിങ്ങനെ കിതാബ് കൊണ്ട് പിടിക്കാൻ, ആ കിതാബ് എടുക്കാൻ അലമാറയിലേക്ക് കാലുകൊണ്ട് ഇങ്ങനെ നടക്കാൻ. സുബ്ഹാനല്ലാഹ്, ഒരു ആലിമിന്റെ എല്ലാം ദിക്റാ, എല്ലാം ദിക്റാ. മുത്താലയും വേണ്ട, ദർസും വേണ്ട, ഒന്നും വേണ്ട, ശൈഖ് മതി, ദിക്ർ മതി, നമുക്ക് വേറൊന്നും വേണ്ട. എടുക്കത്തി കാലം നമ്മുടെ ആലിമീങ്ങൾ. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ബഹ്റുൽ ഉലൂം ഓക്കെ ഉസ്താദ്, അവരുടെ ഉസ്താദിന്റെ ഉസ്താദ്, ഹസൻ ഉസ്താദിന്റെ ഉസ്താദിന്റെ ഉസ്താദ്, ഓക്കെ ഉസ്താദ്. ആ ഓക്കെ ഉസ്താദിനെ പറ്റി തബലീഗുകാർ പറഞ്ഞൊരു വാക്ക് കേട്ടിട്ടുണ്ട്. ഓക്കെ ഉസ്താദിനെ ബഹ്റുൽ ഉലൂം ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ ഉസ്താദിന്റെയും സുൽത്താനുൽ ഉലമ ഉസ്താദിന്റെ ഒക്കെ ഉസ്താദായ ബഹ്റുൽ ഉലൂം ഓക്കെ ഉസ്താദ്, അവരെ പറ്റി എല്ലാവരും മഹത്വം പറയുമ്പോ കുറച്ച് തബലീഗുകാർ പോയ ഉസ്താദ് ദർസ് നടത്തുന്ന പള്ളിയിലേക്ക്. എന്തിനാ പോയേ? ഈ ഓക്കെ ഉസ്താദിനെ ഇങ്ങനെ മഹത്വം പറയാൻ ഓർക്ക് എന്താ അമലുള്ളേ? ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി ഒരു ദർസ് നടത്തുന്ന പള്ളിയിൽ കൂടി, രാവിലെ പോയി പള്ളിയിൽ കൂടി ഒന്ന് ഉഹ്റ് നിസ്കരിച്ച്, അസ്ർ കഴിഞ്ഞ്, മഗ്രിബ് കഴിഞ്ഞ്, ഇശാ കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞ് തബലീഗുകാർ പറയാണ്, ഈ ആളെയാണോ ജനങ്ങൾ വലിയ മഹാൻ എന്ന് പറയുന്നത്? അയാൾക്ക് ഇബാദത്തില്ല. ആർക്ക്? ബഹ്റുൽ ഉലൂം ഓക്കെ ഉസ്താദിനിക്ക് ഇബാദത്തില്ല. ആരാ എസ് വെക്കുന്നത്? തബ്ലീഗ്. എന്നാ പറയാൻ കാരണം? ഉസ്താദ് പറഞ്ഞിട്ട് ജമാഅത്ത് തുടങ്ങുമ്പോൾ വരുന്നു, നിസ്കരിക്കുന്നു, രണ്ടേക്കർ നിസ്കരിക്കുന്നു, നേരെ ഓടുന്നു കിതാബ് വേണ്ടി കൊടുക്കാൻ. വേറെ അവർക്ക് വേറെ ചിന്തയില്ലല്ലോ, അവർക്ക് കിതാബല്ലേ. ഈ ചങ്ങായി വിചാരിച്ചത് ഇബാദത്ത്, ഞാൻ സുബ്ഹാനല്ലാഹ് 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 അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, ഇത് മാത്രമാണ് ഇബാദത്ത്. ഈ ഇൽമു നോക്കലും ചൊല്ലി കൊടുക്കലും ഇബാദത്തല്ല എന്നാ ഈ ചങ്ങായിമാർ വിചാരിച്ചത്. ഉസ്താദോ 24 മണിക്കൂറും ഇൽമിൽ തന്നെ അല്ലേ? ഇന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി തആ
ഇൽമു കൊണ്ട് ജോലിയാവല് അത് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തിൽ പെട്ടതെന്നല്ലേ മിൻഹാജിൽ പറഞ്ഞത്. ഇരിക്കട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞു ആലിമീങ്ങൾ വലിയല്ലെങ്കിൽ പിന്നെ ലോകത്ത് വലിയില്ല. എന്തുകൊണ്ട്? അവരെപ്പോഴും ദിക്റിലാണ്, അവരെ കണ്ണ് ദിക്റിലാണ്, അവരെ ചെവി ദിക്റിലാണ്, അവരെ നാക്ക് ദിക്റിലാണ്, അവരെ ഖൽബ് ദിക്റിലാണ്, അവരെ കയ്യും കാലും ദിക്റിലാ. സമയം മുഴുവനും റബ്ബിന്റെ ഇബാദത്തിന് ചെലവഴിക്കുന്നവരാണ്. നിങ്ങൾ നോക്ക്, തീർന്നില്ല. ഇങ്ങനെ ഒരു കഷ്ടപ്പെട്ട ഒരു ആലിം ഇങ്ങനെ കിതാബ് നോക്കി ആലിമീങ്ങൾക്ക് ഇങ്ങനെ ചൊല്ലിക്കൊടുത്തു. അങ്ങനെ ചൊല്ലിക്കൊടുത്താലോ സുബ്ഹാനല്ലാഹ്, ഇയാൾ അമല് മുറിഞ്ഞോ? മുറിയില്ല. ഈ ഇരിക്കുന്ന ശിഷ്യന്മാരൊക്കെ പോവാനിടുന്നു. പോയിട്ട് എവിടെയോ ഖതീബായി നിന്നു, മുദരിസായി നിന്നു, സദറായിട്ട് നിന്നു. അതുമുണ്ടാതിരിക്കുന്നു. അക്കൗണ്ടിലേക്ക് വന്നു ഹസൻചാൻ അക്കൗണ്ടിൽ നിന്ന് ബോംബെയിലേക്ക് വരും പോലെ ഇയാളെ അക്കൗണ്ടിലേക്ക് ഇടുന്ന ശിഷ്യന്മാരെന്ന് വരുന്നത്. അയാൾ അക്കൗണ്ടിലേക്ക് ബോംബെയിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് വരുന്നത്, ഇയാളെ അക്കൗണ്ടിലേക്ക് ഇടുന്നു വരുന്നത് ഹസൻ ഉസ്താൻ അക്കൗണ്ടിൽ അല്ലേ? ഇതല്ലേ എത്രയാണ് അക്കൗണ്ടിലേക്ക് വരുന്നത്? ഇത് തീരില്ല. മരിച്ചാൽ തീരോ? മരിച്ചാലും തീരൂല. അതിങ്ങനെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ടല്ലേ ഇമാം മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാം ഖസ്തലാനി തങ്ങൾ മവാഹിബുൽ ലദുന്നിയിൽ എഴുതിവെച്ചത് കാണാം. ഫളായിലു ആദിഹിൽ ഉമ്മ അല്ലെങ്കിൽ ഖസായിസു ആദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ പ്രത്യേകത പറയുന്ന സ്ഥലത്ത് ഇമാം ഖസ്തലാനി തങ്ങൾ എഴുതിവെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ഉമ്മത്തുകളാകുന്ന നമ്മൾ ഒരു പക്ഷേ ഖബറിലേക്ക് പോകുമ്പോൾ സീറോ, ഒന്നും കയ്യിലില്ല. പക്ഷേ ഇസ്രാഫീൽ എന്ന മലക്ക് സൂർ എന്ന കാലത്തിൽ ഊതിക്കഴിഞ്ഞപ്പോ അതാ ഖബറിന്ന് എഴുന്നേറ്റ് വരുമ്പോ അവന്റെ അമലിന്റെ ഭാരം അവനക്ക് ചുമക്കാൻ കഴിയുന്നില്ല. അതെങ്ങനെ പോകുമ്പോ സീറോ അല്ലേ? ഖബറിന്ന് വരുമ്പോൾ എവിടെന്നാ അമല് കിട്ടിയത്? അധ്വാനിച്ചതിന്റെ ഫലം പോയതാണ്, കഷ്ടപ്പെട്ടതിന്റെ ഫലം പോയതാണ്, ശിഷ്യന്മാരെ ഇൽമിന്റെ ഫലം പോയതാണ്, മക്കളെ ദുആ പോയതാണ്, കൂട്ടുകാരന്റെ യാസീൻ പോയതാണ്, ശിഷ്യന്മാരെ ദുആ പോയതാണ്. അങ്ങനെ മഹ്ശറക്ക് പോകുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയ അമലുകൾ എത്രയാണ്? ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. അപ്പോ അല്ലാഹനെ അറിഞ്ഞ് വിശ്വസിച്ച മുഅ്മിനീങ്ങൾ അവർ ശരിക്കും തഖ്വ അങ്ങ് ചെയ്തപ്പോ ആ തഖ്വ ചെയ്തവർക്ക് അല്ലാഹ് കൊടുക്കുന്ന പദവിയാണ് വിലായത്തിന്റെ മർത്തബ. ഇനി ആ വിലായത്തിന്റെ മർത്തബ ആർക്കാണ് കൊടുക്കുന്നത്? കമാ ഖാലൽ ആരിഫു ബില്ലാഹ്, അല്ലാഹനെ അറിഞ്ഞ മഹാന്മാര് പറഞ്ഞില്ലേ? അതാ മഹാന്മാര് പറയുന്നു ലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലിയ്യു. മഹാന്മാർക്കല്ലാണ്ട് അറിയില്ല, മഹാന്മാർക്കല്ലാണ്ട് അറിയില്ല, മഹാന്മാർക്കല്ലാണ്ട് അറിയില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ആലിമീങ്ങൾക്കല്ലാണ്ട് ആലിമീങ്ങളെ അറിയില്ല, ആലിമീങ്ങൾക്കല്ലാണ്ട് ആലിമീങ്ങളെ അറിയില്ല. അല്ലേ? ഓലം കണ്ടതുകൊണ്ട് ആലിമായിക്കൊള്ളുന്നുണ്ടോ? അതില്ലല്ലോ, അതില്ല. ആലിമീങ്ങൾക്ക് ആലിമീങ്ങളെ തിരിയുള്ളൂ. അതെങ്ങനെ? അത് സുബ്ഹാനല്ലാഹ്. ഞാനൊരു മൗലൂദിന്റെ സദസ്സിലേക്ക് പോയി നോക്കുമ്പോൾ അവിടത്തേക്ക് ഒരാൾ വന്ന് ആ മൗലൂദ് കഴിഞ്ഞപ്പോൾ ഞാൻ അയാളെ കൈയടിച്ച പിടിച്ച് മുത്താൻ തുടങ്ങി. എൻ്റെ കുട്ടികൾ ചോദിക്കുന്നു, ഉസ്താദ് ഞാൻ അയാളെ ബഹുമാനിച്ച്. അയാൾ ആ ഹദീസ് ഓതുമ്പോൾ എനിക്ക് തിരിഞ്ഞു ഇത് കാര്യമായ ആൾ തന്നെ. ഞമ്മ ഹദീസ് ഓതി എങ്ങനെ ഉണ്ടാവും? നമ്മളെ ഹദീസ് എങ്ങനെ ഉണ്ടാവും? ഇത് ഏടുന്ന ഈ പോയത്തക്കാരന് വന്നതിനെ വിചാരിക്കും പോയത്തക്കാരൻ എഴുതി വന്നതാ അല്ലേ? ആലിമീങ്ങളെ തിരിയാം, കാണുമ്പോ തിരിയാം, ഒരു വാക്ക് പറയുമ്പോ തിരിയാം. വേദ് പറയാൻ വേണ്ടി നിന്നാൽ 2 വാക്ക് പറയുമ്പോ തിരിയാം. ഇയാളെ ഇൽമിന്റെ ബോധത്രയാണ്. ആലിമീങ്ങളെ തിരിയാം. ഇപ്പൊ പിന്നെ ആലിമീങ്ങൾക്ക് ഇപ്പോ വെള്ളിയാഴ്ച പള്ളി റമദാനിലേക്കാണ് എത്ര സ്ഥലത്ത് റഹ്മാനെ പള്ളിക്ക് ഖത്തീബ് വരുന്നേ. ഇൻട്രിയോ പള്ളിയിലെ ഖത്തീബ് ആരാ? പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജി ഇൻട്രി ആക്കുന്ന ആരെ? മർക്കസും സഹായിച്ചെന്നൊക്കെ പഠിച്ച് ഇന്ന് തയമ്പ് കെട്ടിയിട്ട് വന്ന ഉസ്താദുമാരെ. ഇയാളെന്ത് ഓതിനെ? ഇയാളും പ്രസിഡന്റാണ്. ഫാത്തിഹ അത്യാവശ്യം ഓതും. പിന്നെ കുൽഫു അല്ലാഹ് ഓതുന്നുണ്ട്, കുറച്ചൊക്കെ ഓതുന്നുണ്ട്. ഇങ്ങനെ ഖത്തീബിനെ അങ്ങനെ ഖുത്ബ കഴിഞ്ഞപ്പോ അടുത്ത ആഴ്ച ഒരാൾ വരാനുണ്ട് ഉസ്താദെ. ആ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് വിളിക്കുന്നത്. ഇയാൾ പിന്നെ അടുത്ത വെള്ളിയാഴ്ച പോകാണ്ട് കാത്തു നിൽക്കണം. സുബ്ഹാനല്ലാഹ്. പിന്നത്തെ വെള്ളിയാഴ്ച വിളിച്ചപ്പോൾ അടുത്ത ആഴ്ച ഒരാൾ വരാനുണ്ട് ഉസ്താദെ. അങ്ങനെ 4 വെള്ളിയാഴ്ച കാത്ത ചങ്ങായിക്ക് ഇത് പണിയില്ല. എന്ത് ഇന്റർവ്യൂവിൽ എന്താ ആക്കിയെന്ത്? ഒരാൾ പറഞ്ഞു തടി പോരാ. പിന്നെ ഒരാൾ പറഞ്ഞു കൂട്ട് പോരാ. പിന്നെ ഒരാൾ സംഗതിയെല്ലാം ശരി, ഞാൻ പ്രസംഗത്തിന്റെ ശൈലി വരാന്ന് പറഞ്ഞു. പിന്നെ ഒരാൾ പറഞ്ഞ് ഖുതുബയിൽ സലാം പറഞ്ഞത് വരെ അത്ര വരെ മട്ടായിട്ടില്ല, ആ സലാം പറഞ്ഞ് മട്ടായിട്ടില്ല.
ഇന്റർവ്യൂ. ആര്? ആലിമീങ്ങള്. ആര്? ജാഹിലീങ്ങള്. ആഖിർ സമാന്റെ അടയാളം. വേറെന്ത് പറയാനാണ് അല്ലേ? ഇരിക്കട്ടെ സുഹൃത്തുക്കളെ. അപ്പൊ ആലിമീങ്ങൾക്ക് ആലിമീങ്ങളെ തിരിയും, കണ്ടാൽ തിരിയും, സംസാരിച്ചാൽ തിരിയും അല്ലേ? സംസാരിച്ചാൽ തിരിയും. ഇനി നിങ്ങൾ നോക്ക്, അതുപോലെ വലിയനൊക്കെ വലിയനെ തിരിയുള്ളൂ. എന്നാ നിങ്ങൾ നോക്ക്, ആരാണ് വിലായത്തിന്റെ മർത്തബയിൽ ഉള്ളവർ? പരിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ആരാണ് വിലായത്തിന്റെ പദവിയിലെത്തുന്നവർ? ഒന്ന്, അല്ലദീന ആമനൂ, ശരിക്കും കൽബിൽ വിശ്വാസം ഉറപ്പിച്ചവരാണ്. അല്ലദീന ആമനൂ, ശരിക്കും കൽബിൽ വിശ്വാസം ഉറപ്പിച്ചവരാ. അപ്പൊ വിശ്വാസത്തിന് യാതൊരു പോരായ്മയും ഉണ്ടാകാൻ പാടില്ല. വിശ്വാസത്തിന് തകരാറ് പറ്റിയാൽ അയാൾക്ക് വിലായത്ത് ഉണ്ടാവൂല. അതാ അല്ലദീന ആമനൂ, ശരിക്കും വിശ്വാസം ഉറപ്പിച്ചവർ, അവരാണ് വിലായത്തിന്റെ പദവിയിലെത്തുന്നവർ. വിശ്വാസത്തിന് തകരാറ് പറ്റിയാൽ ഒരിക്കലും വിലായത്ത് കിട്ടൂല. ഞാനത് പറയാം. ഇനി എന്താ പറയുന്നത്? അല്ലദീന ആമനൂ വയത്തഖൂൻ എന്ന് പറഞ്ഞാ പോരെ? അല്ലാഹു തആല പറയുന്നല്ലോ, അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അവർ വിശ്വാസം ഉറപ്പിച്ചവരാണ്. പിന്നെയോ വകാനൂ, അവർ ആവുകയും ചെയ്യുന്നു. എന്താ? യത്തഖൂൻ, സദാ സമയത്തും അവർ തഖ്വയില. ഒരൊറ്റ ശ്വാസം പോലും, ഒരു ദിവസത്തിന്റെ 24 മണിക്കൂറിന്റെ ഒരൊറ്റ സെക്കൻഡ് പോലും, ഒരു ശ്വാസം പോലും ദിക്റില്ലാണ്ട് പുറത്തേക്ക് പോകൂല. വകാനൂ യത്തഖൂൻ, അവർ തഖ്വയിലായിക്കൊണ്ടേയിരിക്കുകയാണ്. തഖ്വയില്ലാത്തൊരു സെക്കൻഡ് പോലും അവർക്ക് ഉണ്ടാകൂല. എന്ത് വേണം? ശരിക്കും ഈമാന് കൽബിൽ ഉറക്കണം, എന്നിട്ട് ശരിക്കും ഇബാദത്ത് ചെയ്യണം. അപ്പോഴേ അമലിന് ഫലം ഉണ്ടാവുകയുള്ളൂ. ഈമാനില്ലാത്ത അമലിന് ഫലം ഇല്ല. അപ്പൊ അമലിന് ഫലം ചെയ്യണമെങ്കിൽ ശരിക്കും കയ്യിൽ ഈമാന് വേണോ. അതുകൊണ്ട് ഈമാനോടെ അമൽ ചെയ്താൽ മാത്രമേ വിലായത്തിന്റെ പദവിയിലെത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ലോകത്ത് 7 ഔലിയാക്കന്മാരുണ്ട്, അതെല്ലാം സുന്നികളല്ലേ. സുന്നിയല്ലാത്ത ഒരു വലിയ ഉണ്ടോ? സുന്നിയല്ലാത്ത ഒരു വലിയ, അങ്ങനെ വലിയാകാൻ പറ്റിയ സംഗതി നമ്മളെ ഉപ്പള പരിസരത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ, അമല് കൊണ്ട് വലിയാകാൻ പറ്റുന്നവർ ഉണ്ടായിരുന്നു. നമ്മൾ ഉപ്പള പരിസരത്ത് കുറെ ആളുണ്ട്. ആരാ? തബ്ലീഗിന്റെ ഒരു കൂട്ടരുണ്ട്. കേട്ടിട്ടുണ്ടോ? ചിലപ്പോ അറിയാൻ പണിയൊന്നുമില്ല. നല്ല ഒരു 10 മിനിറ്റിന്റെ തലകെട്ടുണ്ടാവും, ബാലി ചന്തിക്ക് മുട്ടുന്നുണ്ടാവും, ഒരു നീളമായ ജുബ്ബ ഉണ്ടാവും, ഒരു കയ്യിൽ തസ്ബീന്റെ മാല ഉണ്ടാവും, മറ്റേ കയ്യിൽ അറാക്കിന്റെ കഷ്ടം ഉണ്ടാവും, ജുബ്ബന്റെ കീസിൽ അത്തറുണ്ടാവും, മുസാബിന്റെ കഷ്ടവും ഉണ്ടാവും. കണ്ടാൽ തൊട്ട് ഒതു കൊടുക്കേണ്ട സാധനം, പക്ഷെ ഒതു കൊടുത്ത് തൊടേണ്ട സാധനം. പക്ഷെ ഓരോ കയ്യിലുള്ള സാധനം എന്താ? മീനടിക്കാൻ വേണ്ടി പോകുന്ന പനി മീനിനെ കൊടുക്കാൻ പോകുന്നത് പോലെ എല്ലാ സംഗതി ഓനെ കയ്യിൽ മെഞ്ചന്മാരെ കൊടുക്കാൻ പറ്റിയ സാധനം അല്ലേ? അവരല്ലേ വലിയാകേണ്ടത്. കാരണം എന്താ? 4 മണിക്കഞ്ച് തഹജ്ജുദ് നിസ്കരിച്ച് ഖുർആൻ ഓതാൻ തുടങ്ങി. ളുഹർ വാങ്ക് കൊടുത്താൽ പള്ളിയിൽ തന്നെ ഒരൊറ്റ സുന്നത്ത് ഒഴിവാക്കൂല, ദുഹ ഒഴിവാക്കൂല, തഹജ്ജുദ് ഒഴിവാക്കൂല. രാത്രി കുറേ ദുആയിരിക്കും. സുബ്ഹാന റബ്ബി. തബ്ലീഗിനെ പോലെ ഇബാദത്ത് എടുക്കുന്ന ആൾ ആരുണ്ടാവൂല. പക്ഷേ ഒരൊറ്റ വലിയും കാണാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഫൗണ്ടേഷൻ ഇല്ല, ഈമാനില്ല. അവർക്ക് അല്ലാഹുവിൽ വേണ്ടതുപോലെ വിശ്വാസമില്ല, റസൂലുള്ളാഹിൽ വേണ്ടതുപോലെ വിശ്വാസമില്ല. വിശ്വാസം ഉറക്കാത്തത് കൊണ്ട് തന്നെ അവരുടെ അമലിന് ഫലം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ വിലായത്തിന്റെ മർത്തബയിൽ കയറാൻ അവർക്ക് കഴിയുന്നില്ല. അവ വിലായത്തിന്റെ സ്ഥാനത്ത് കയറുന്നവരാരാണ്? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അവർക്ക് ശരിക്കും ഈമാന് ഖൽബിൽ ഉറച്ചിട്ടുണ്ട്. അതോടൊപ്പം ശരിക്കും തഖ്വ അങ്ങ് ചെയ്യുമ്പോൾ അല്ലാഹു
അവരെ ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തുന്നു. ആ പദവിന്റെ പേരാണ് വിലായത്ത്. വിലായത്തിന്റെ പദവി അധ്വാനിച്ചതിന്റെ പേരിൽ അല്ലാഹു കൊടുത്തതാൽ ആ പദവി സുന്നികൾക്ക് മാത്രമേ കിട്ടുള്ളൂ. സുന്നിയല്ലാത്ത ഒരു വിദഗ്ധത്തിന്റെ കക്ഷിക്കും വിലായത്തിന്റെ പദവി കിട്ടൂല. കാരണം ഈമാനില്ലാത്തത് കൊണ്ട് തന്നെ. അതുകൊണ്ടല്ലേ ലോകത്തുള്ള എല്ലാ ഔലിയാക്കന്മാരും സുന്നികളാണ്. ഹൗസുല്ലാദം, റിഫായിസി തങ്ങൾ, ഖാജാ തങ്ങൾ, സുബ്ഹാനല്ലാഹ്, അങ്ങനെ എണ്ണിയാ തീർക്കാൻ കഴിയുമോ? എല്ലാം സുന്നികളാണ്. ഇനി നിങ്ങൾ ആ മഹാന്മാരായ ഔലിയാക്കന്മാർ അല്ലാഹു അധ്വാനിച്ചതിന്റെ ഫലമായി കൊടുത്ത വിലായത്തെന്ന പദവി, ആ വിലായത്തെന്ന പദവി കൊടുത്ത് അല്ലാഹു അവരെ വലിയ ആദരിച്ചപ്പോൾ അല്ലാഹു അവർക്ക് ചില ബഹുമാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അല്ലാഹു അവർക്ക് ചില ബഹുമാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ ബഹുമാനത്തിന്റെ പേരാണ് കറാമത്ത്. അല്ലാഹു ആദരിച്ച മഹാന്മാർക്ക് അല്ലാഹു കൊടുക്കുന്ന വിലായത്തിന്റെ പദവി കൊടുത്ത മഹാന്മാരെ അല്ലാഹു ആദരിച്ച് ചില പദവികൾ കൊടുക്കുന്നു, ചില സംഗതികൾ അവർക്ക് കൊടുക്കുന്നു. അതിന്റെ പേരാണ് കറാമത്ത്. ഇവിടെ ഉമൂമു ഖുസൂസിന്റെ ഒരു ബന്ധമുണ്ട്. എന്താ? അത്ഭുതങ്ങൾ വിലായത്തിന്റെ അടയാളം അല്ല. വിലായത്തുണ്ടവർക്ക് അത്ഭുതങ്ങൾ ഉണ്ടാകും. മന്തികോതിയവർക്കറിയാം മൂസൂസിന്റെ ഒരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ അത്ഭുതങ്ങൾ വിലായത്തിന്റെ അടയാളമല്ല. വിലായത്തുണ്ടവർക്ക് അത്ഭുതങ്ങൾ ഉണ്ടാവും. മനസ്സിലായില്ലേ പറഞ്ഞേ? അത്ഭുതങ്ങൾ വിലായത്തിന്റെ അടയാളമല്ല. അങ്ങനല്ലേ? അതെന്താ അത്ഭുതം ആർക്കും ഉണ്ടാവാത്തത്? സുബ്ഹാനല്ലാഹ്. ഇത് മൈക്കുണ്ട്, അത് ലൈവാ, ലൈവ സ്ക്രീനോ? ലൈവ് തന്നെയാ, പറയുന്നില്ല. അല്ലെങ്കിൽ ഞാൻ അത്ഭുതം പറയണ്ടേ? അത്ഭുതം പറയാൻ ഈ എത്ര ആൾക്കുണ്ട് അത്ഭുതങ്ങൾ, അല്ലേ?